ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന് ഹൈക്കോടതി. ഉത്തരവ് 3:30. ദ്വയാർത്ഥ പ്രയോഗം നടത്തിയാലുള്ള പ്രത്യാഘാതം മനസ്സിലാക്കണമെന്ന് കോടതി. നടിക്കെതിരെ ജാമ്യാപേക്ഷയിലെ അധിക്ഷേപം കോടതി വിമർശനത്തെ തുടർന്ന് പിൻവലിച്ച് ബോബിയുടെ അഭിഭാഷകൻ. ശബരിമലയിൽ മകരവിളക്കിന്ന്. മകരജ്യോതി ദർശനം കാത്ത അയ്യപ്പന്മാർ. തിരുവാഭരണ ഘോഷയാത്ര വലിയാന വട്ടത്തെത്തി. മകരവിളക്കിന്റെ സമഗ്രമായ തത്സമയ സംപ്രേഷണം ന്യൂസ് 18-ൽ. കൃഷിയിടത്തിൽ പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ, മൊത്തത്തില് ജീവിതം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ ഗ്രാമത്തിലുള്ളത്. അപ്പൊ ഇതെല്ലാം മാറ്റി കിട്ടാൻ വേണ്ടി വനംവകുപ്പ് എത്രയും പെട്ടെന്ന് ഇതിനെ വെടിവെച്ച് മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വയനാട് പുൽപ്പള്ളിയിൽ ഭീതി പരത്തി കടുവയുടെ വിഹാരം. ഒരാടിനെ കൂടി കൊന്നു. കാപ്പിത്തോട്ടത്തിലുള്ള കടുവയെ കൂടുവെച്ച് പിടിക്കാൻ വനംവകുപ്പ്. മയക്കുവെടി വെക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. പ്രൗഢഗംഭീരമായി തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിലും സമാനമായി തന്നെ ഭക്തജനങ്ങളുടെ വലിയൊരു പ്രവാഹം ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. മഹാകുംഭമേളയുടെ ആദ്യ അമൃത സ്നാനത്തിൽ വിശ്വാസികളുടെ പ്രവാഹം. 3.5 കോടി ഭക്തരെത്തുമെന്ന് പ്രതീക്ഷ. ആദ്യ ദിവസമായി ഇന്നലെ എത്തിയത് 1.5 കോടി തീർത്ഥാടകരെന്ന് UP സർക്കാർ. ഇതെന്റെ 6ാമത്തെ ആശുപത്രി. മാറ്റി വിട്ടോണ്ടിരിക്കും. ഞാനും പല വൈക്കായി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെ മലയാളിയായ ബിനിൽ മരിച്ചത് ഉക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ. ദുരന്തത്തെക്കുറിച്ച് ന്യൂസ് 18നോട് സംസാരിച്ച് മോസ്കോയിൽ ചികിത്സയിലുള്ള സുഹൃത്ത് ജെയിൻ. വ്യാജ റിക്രൂട്ട്മെന്റിലൂടെ മലയാളികൾ റഷ്യയിലെത്തിയത് 10 മാസം മുൻപ്. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി സഹായധനം നൽകും. FIR പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം. ദുരന്തത്തിൽ കാണാതായത് 35 പേരെ. ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയത് അയോധ്യ പ്രാൺ പ്രതിഷ്ഠാ ദിനത്തിലെന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശം വിവാദത്തിൽ. വിദേശാധിപത്യത്തിനു മേൽ രാജ്യത്തിന്റെ പരമാധികാരം വിജയം നേടിയ ദിനമെന്ന് മോഹൻ ഭാഗവത്.